ലോക കാർഷിക ഭൂപടത്തിൽ ഇടം നേടിയ കാസർകോട്ടെ പുകയില കൃഷി നാമമാത്രമായി ചുരുങ്ങുന്നുവെന്നാണ് വിവരം. കേരളത്തിൽ കാസർഗോഡ് ജില്ലയിൽ മാത്രമാണ് പുകയില കൃഷിയുള്ളത്. കൃഷിക്ക് കാര്യമായ സർക്കാർ പിന്തുണയും ലഭിക്കാതായതോടെ കർഷകർ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങുകയാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് കൂടുതൽ നികുതി ചുമത്തിയ കാർഷികോൽപ്പന്നം കൂടിയായിരുന്നു പുകയില. കാസർഗോട്ടുകാർ ചപ്പെന്ന് വിളിക്കുന്ന പുകയില കൃഷി ചെയ്യുന്ന കേരളത്തിലെ ഏക ജില്ലയാണ് കാസർഗോഡ്. കാസർഗോഡ് ജില്ലയിലെ പള്ളിക്കര, ബേക്കൽ, ഉദുമ, അജാനൂർ, പുല്ലൂർ പെരിയ തുടങ്ങിയ പഞ്ചായത്തുകളിലെ പ്രദേശങ്ങളിലാണ് ഒരു കാലത്ത് വ്യാപകമായി പുകയില കൃഷി ഉണ്ടായിരുന്നത്. ഇന്നത് പ്രാദേശികമായി ചെറുകിട കർഷകർ നാമമാത്രമായി ചെയ്യുന്ന ഒന്നായി മാറി. വലിയച്ഛൻ്റെ കാലഘട്ടം കഴിഞ്ഞിട്ട് ഇപ്പോൾ ഒരു പാരമ്പര്യമായിട്ട് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഒരു 90 ദിവസം വേണം ഇനി. ഫസ്റ്റ് നട്ടിട്ട് ഇനി 7 ദിവസം ഇവിടെ വെള്ളം നിറക്കാൻ നിൽക്കണം, ബാട്ടുള്ള. ഇത് നമ്മൾ രാവിലെ 4 മണിക്ക് വരും വെള്ളം ഒഴിക്കാൻ. ചിലപ്പോൾ 4 മണിക്ക് മുമ്പേ വരും, 2-2:30 എല്ലാം വരും. കൂലി കൊടുത്താലും ഒക്കെയില്ല. ഇത് കുണിയെല്ലാം നട്ട് പള്ളിക്കെല്ലാം നട്ട കൂലി കൊടുത്തില്ല, അതെല്ലാം മതിയാക്കി. കുണിയാണ്ടായി കൂലി കൊടുത്തില്ല, അതെല്ലാം നശിച്ചു, കൂലി ഒക്കാത്തതുകൊണ്ട്. 17ാം നൂറ്റാണ്ടിലാണ് കാസർഗോഡ് പുകയില കൃഷി ആരംഭിച്ചത്. അക്കാലത്ത് മറ്റ് കാർഷിക ഉൽപ്പന്നങ്ങൾക്ക് ലഭിച്ചിരുന്ന വിലയേക്കാൾ 10 ഇരട്ടി കൂടുതലാണ് പുകയിലയ്ക്ക് ലഭിച്ചിരുന്നത്. ലാഭകരമായ കൃഷി എന്ന നിലയിൽ 19ാം നൂറ്റാണ്ടിന്റെ തുടക്കത്തിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി പുകയില വാണിജ്യത്തിന്റെ കുത്തക ഏറ്റെടുത്തു. പുതിയ കാലത്ത് പുകയില ഉൽപ്പന്നങ്ങൾക്കെതിരെയുള്ള ബോധവൽക്കരണവും പുതുതലമുറ കൃഷിയിൽ നിന്ന് മുഖം തിരിച്ചതും പുകയില കൃഷി ശോഷിക്കാനുള്ള കാരണമായി. ഇതിൻ്റെ കൂടെ ഇടനിലക്കാരുടെ ചൂഷണവും കൃഷിക്ക് കാര്യമായ സർക്കാർ പിന്തുണയും ഇല്ലാതായതോടെ പുകയില കർഷകർ ഈ മേഖലയിൽ നിന്ന് പിൻവാങ്ങാൻ വഴിതെളിച്ചു. കേരളത്തിൽ പുകയില കൃഷി നടത്തുന്ന ഏക ജില്ലയാണ് കാസർഗോഡ് ജില്ല. കാസർഗോഡ് ജില്ലയിൽ തന്നെ ഇപ്പോൾ ഈ കൃഷി നടത്തുന്നത് നാമമാത്രമായാണ്. നിയമപ്രകാരമുള്ള മുന്നറിയിപ്പ് പുകയില ഉൽപ്പന്നങ്ങൾ ഉപയോഗിക്കുന്നത് ആരോഗ്യത്തിന് ഹാനികരം. കാസർഗോഡ് കോട്ടപ്പാറ വയലിൽ നിന്നും ക്യാമറമാൻ ഇന്ദ്രജിത്ത് അമ്പാടിക്കൊപ്പം രതീഷ് വാസുദേവൻ, ന്യൂസ് മലയാളം.